അലർജി ബുദ്ധിമുട്ടുകൾ അതിപ്പോൾ സ്കിന്നിലാവട്ടെ, അതായത് നമ്മുടെ ചർമ്മത്തിലാവട്ടെ, അതേപോലെ തന്നെ റെസ്പിറേറ്ററി ഏരിയ, അത് എസ്പെഷ്യലി ശ്വാസനാളത്തിലൊക്കെ അലർജി പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. സ്കിന്നിലൊക്കെ ഇങ്ങനെ ചുവന്ന് തടിച്ച് വീർത്തിരിക്കുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ചിലപ്പം ആ ഒരു ഭാഗത്ത് നിന്നും പൊട്ടി ഒലിച്ച പോലത്തെ അല്ലെങ്കിൽ ഡിസ്ചാർജസ് അനുഭവപ്പെടുക. അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ശ്വാസനാളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം മുട്ടലാവാം, അല്ലെങ്കിൽ ഒരു ഒരു കിതപ്പ് ഫീൽ ചെയ്യുക. അങ്ങനെ പല രീതിയിലുള്ള ഒരു അലർജിക് പ്രശ്നങ്ങൾ ഇന്ന് ആളുകളുടെ ഇടയിൽ കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്കൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള അലർജി പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് അലർജിക് റിയാക്ഷൻ ആണ് അർട്ടിക്കേരിയ അല്ലെങ്കിൽ ഹൈവ്സ് എന്ന് പറയുന്നത്. അത് എന്താണ്, അതിൻ്റെ മെയിൻ കോസസ് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രതിവിധികളൊന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യുൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസ് അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങളുടെ ഓവർ ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഓവർ ആയിട്ടുള്ള ആക്ഷൻ മൂലം ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള അലർജി എന്ന് പറയുന്നത്. അത് സ്കിന്നിലാവട്ടെ അല്ലെങ്കിൽ ശ്വാസനാളത്തിലാവട്ടെ, എവിടെയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന്റെ ഓവർ ആക്ഷൻസ് ആണ്. ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അലർജൻ അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ഫാക്ടർ നമ്മുടെ ബോഡിയിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ആ അലർജൻസിനെ അല്ലെങ്കിൽ ആ ഒരു ആൻറ്റിജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൽ നിന്നും എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഈ ആന്റിബോഡീസിൽ വരുന്നതാണ് IgE ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതായത് നമ്മുടെ ശരീരത്തിലെ അലർജിക് മെയിൻ്റനൻസിന് സഹായിക്കുന്ന ഒന്നാണ് IgE. ഈ IgEന്റെ ഓവർ ആക്ഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം കാരണമാണ് അല്ലെങ്കിൽ അത് മൂലമാണ് നമുക്ക് ഈ ശരീരത്തിൽ ഈ അലർജിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അത് സ്കിന്നിലും മറ്റുള്ള പല ഭാഗത്തും ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് IgE ആന്റിബോഡീൻ്റെ ഓവർ ആക്ഷൻസ് ആണ്. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ IgE ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 0 to 100 വരെയാണ് അതിൻ്റെ നോർമൽ റേഞ്ചസ് കാണിക്കുന്നത്. 100 എബോവ് അല്ലെങ്കിൽ ഒരു 1500 അങ്ങനത്തെ രീതിയിലൊക്കെ റേഞ്ചസ് പോകുമ്പോഴാണ് അല്ലെങ്കിൽ എബോവ് ആവുമ്പോഴാണ് നമുക്കതൊരു അലർജിക് റിയാക്ഷൻസ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓവർ ആക്ഷൻസ് എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ അർട്ടിക്കേരിയ, ഇനീഷ്യലി പറഞ്ഞു അർട്ടിക്കേരിയ അല്ലെങ്കിൽ ഹൈവ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും അപ്പിയറൻസ്? സ്കിന്നിൻ്റെ സർഫസ് നോർമലി ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടി റേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ നിന്നും കുറച്ചുകൂടി പൊന്തിയിട്ട് ചുവന്ന് തടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അർട്ടിക്കേരിയ അല്ലെങ്കിൽ ഹൈവ്സ് എന്ന് പറയുന്നത്. ആ അർട്ടിക്കേരിയ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പറയും. അക്യൂട്ട് അർട്ടിക്കേരിയൽ റിയാക്ഷൻസും ഉണ്ട്, ക്രോണിക് അർട്ടിക്കേരിയൽ റിയാക്ഷൻസും ഉണ്ട്. അക്യൂട്ട് അർട്ടിക്കേരിയ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻസ്, ചിലപ്പോൾ ഒരു 3 ആഴ്ച മുതൽ 1 മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് അക്യൂട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ക്രോണിക് അർട്ടിക്കേരിയ എന്ന് പറയുമ്പോൾ ക്രോണിക്, കാലയളവ് കൂടിയിട്ടുള്ളത്, ചിലപ്പം 1 മാസം മുതൽ 1 വർഷം വരെയൊക്കെ നീണ്ടു നിന്ന് പോവാം. അതാണ് ക്രോണിക് അർട്ടിക്കേരിയൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ്റെ ബേസിസിലാണ് അതിനെ അക്യൂട്ടായിട്ടും ക്രോണിക് ആയിട്ടും നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുള്ളത്. അക്യൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡ്യൂറേഷൻസിൽ മാത്രം, ചിലപ്പം എന്തെങ്കിലും പൊടി തട്ടുമ്പോൾ, ചിലപ്പോൾ ഒരു റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ആ ഒരു റൂമിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡസ്റ്റിൻ്റെ പ്രസൻസ് ഉള്ളപ്പം നമ്മൾ പെട്ടെന്ന് തുമ്മും അല്ലെങ്കിൽ പെട്ടെന്ന് ചുമ പോലെയായിട്ടും ജലദോഷമായിട്ടും രൂപപ്പെടാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ക്രോണിക് ആയിട്ട് ഇങ്ങനെ ഒരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് IgE ആന്റിബോഡീസിന്റെ ഓവർ ആക്ഷൻസ് കൊണ്ടായിരിക്കാം. ഈ IgEന്റെ മെയിൻ സെന്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഓവർ ആക്ഷൻസ് സംഭവിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ രൂപപ്പെടാം, റെസ്പിറേറ്ററി ഏരിയ, ട്രക്കിയ, അതേപോലെ തന്നെ മൗത്ത്, അങ്ങനത്തെ പല ഏരിയാസിലും നോസിൻ്റെ റീജിയൻസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു IgEന്റെ ആക്ഷൻസ് കാണപ്പെടുന്നത്. ഇനി ഈ ഒരു അലർജിക് റിയാക്ഷൻസ് വരുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അലർജൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നു. അതിപ്പം പൂവാവാം, പൂമ്പൊടിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പെറ്റ് ഡസ്റ്റ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള അലർജിക് സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എസ്പെഷ്യലി IgE ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അലർജിക് റിയാക്ഷൻസ് ആയിട്ടുള്ള IgE ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന ഹിസ്റ്റാമിൻസ് പോലത്തെ പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഈ പ്രോട്ടീൻസ് ആക്ടിവേറ്റ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന
കാപ്പിലറീസ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാപ്പിലറീസിലേക്ക് ഒരു നീർക്കെട്ട് പോലെ രൂപപ്പെടുകയും അവിടെ നീര് വെക്കുകയും അല്ലെങ്കിൽ ഒരു സ്വെല്ലിംഗ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ഒരു തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് എഡിമാറ്റസ് കണ്ടീഷൻസ് ആയിട്ട് രൂപപ്പെടുന്നത്. ആ കാപ്പിലറി റിയാക്ഷൻസ് അല്ലെങ്കിൽ കാപ്പിലറീസിലേക്ക് ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീര് പോലത്തെ സാധനം ആ കാപ്പിലറീസിലേക്ക് അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതൊരു നീർക്കെട്ടായിട്ടും അല്ലെങ്കിൽ ഒരു എഡിമാറ്റസ് അല്ലെങ്കിൽ തടിച്ച് വീർത്തിരിക്കുന്ന അവസ്ഥകൾ കാണാൻ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കാപ്പിലറീസിന്റെ റിയാക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് അതിങ്ങനെ റെഡ് കളറായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് കളേർഡ് ഒക്കെ ആയിട്ട് സ്കിന്നിൽ അപ്പിയർ ചെയ്യുന്നത്. ചൊറിച്ചിൽ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ഹിസ്റ്റമിൻ എന്ന പ്രോട്ടീൻസിന്റെ ഓവർ ആക്ഷൻസ് കൊണ്ടാണ് ചൊറിച്ചിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു അലർജി എന്ന് പറയുമ്പോൾ അവിടെ ചൊറിച്ചിലുണ്ടാവും, അതേപോലെ തന്നെ സ്കിന്നിന്റെ ടെക്സ്ചർ മാറും, സ്കിന്ന് ചിലപ്പോൾ റേസ്ഡ് ആയിരിക്കും, അതായത് സ്കിന്നിന്റെ സർഫസ് കുറച്ചുകൂടി പൊന്തിയിട്ട് ചെണർത്ത് വീർത്തിരിക്കുന്നത് കാണാം. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു തേനീച്ചൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എങ്ങനെയിരിക്കും? തടിച്ച് വീർത്തിരിക്കുന്നത് കാണത്തില്ലേ? അതേപോലെ തന്നെയാണ് സ്കിന്നിൽ ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്നത് കാണാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടാം. അതിപ്പോൾ ചിലപ്പോൾ ഒരു പുഴു എഴഞ്ഞാലോ മറ്റെന്തെങ്കിലും ജീവികൾ കടിച്ചാലോ ഒക്കെ നമുക്ക് അമിതമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവും. അതും സെയിം ആക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ അലർജിക് ഐജി ആന്റിബോഡീൻ്റെ ഓവർ ആക്ഷൻസ് കൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ള ചൊറിച്ചിലും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ 3 സിംറ്റംസ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഒരു അലർജിക് ഓവർ ആക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ശരീരത്തിൽ ഇത്തരം അലർജി ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കോസസ് ചിലപ്പോൾ ഒരു ചെറിയ കോസിൽ നിന്നും വലിയ കോസസിലേക്ക് വരെ അത് എത്താനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കോസസ് എന്ന് പറയുമ്പം നിങ്ങളിപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെടീനെ തൊട്ട് കഴിഞ്ഞാൽ അതിലുള്ള പൂമ്പൊടിനൊപ്പം നമുക്ക് അലർജി ആവാം, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഇലയോ അല്ലെ ആ ഇലയ്ക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പുഴുക്കളോ അത് അലർജി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് അതിലൊക്കെ എന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സോ വന്നിട്ടെങ്കിൽ അത് അലർജിക്ക് ആവാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് ബീഫ് കഴിക്കുക അല്ലെങ്കിൽ ചിലർക്ക് പൈനാപ്പിൾ കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ഫുഡിന് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ആവാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് മധുരം കഴിച്ചു കഴിഞ്ഞാൽ, ചില ചോക്ലേറ്റ്സ് കഴിക്കും അല്ലെങ്കിൽ ചില ഐസ്ക്രീംസ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു അലർജിക് റിയാക്ഷൻസ് ആവാം. ചില ഫുഡ് ഐറ്റംസ് എസ്പെഷ്യലി ഷെൽഡ് ആയിട്ടുള്ള ഫിഷസ് കഴിക്കുക, കക്ക, കടുക്ക പോലത്തെ ഇത്തരം ഷെൽഡ് ഫിഷസ് ഒക്കെ കഴിക്കുമ്പോൾ അലർജിക്ക് ആവും. ചിലർക്ക് ചെമ്മീനൊക്കെ അലർജി ഉണ്ടാവും. അങ്ങനെ ഫുഡ് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള അലർജീസ് ഉണ്ടാവും. അതേപോലെ ഒരു തിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ഡിപ്പെൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസെക്ട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള അലർജിക്ക് ആവാം. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൽ നിന്നും അതിൻ്റെ ചെള്ള് ശരീരത്തിൽ തട്ടി കഴിഞ്ഞാൽ, ശരീരത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് അലർജി ഉണ്ടാവാം. അല്ലെങ്കിൽ സ്വെറ്റിങ്, അമിതമായിട്ട് സ്വെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ ഭാഗം തടിച്ച് വീർത്ത് ചിണർത്തിരിക്കുന്നത് കാണാം. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇന്നർ വേസ് അലർജിക്ക് ആവാം. അതുകൊണ്ടാണ് ചില ആളുകളോട് പറയാറ് ടൈറ്റ് ആയിട്ടുള്ള ഇന്നർ വേസ് ഒരിക്കലും യൂസ് ചെയ്യരുത്, ഒരു മൈൽഡ് അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ഇന്നർ വേസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ഭാഗത്ത് എസ്പെഷ്യലി ആ ഒരു പ്രൈവറ്റ് പാർട്സിലൊക്കെ നമ്മൾ കുറച്ചുകൂടി മോയ്സ്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഏരിയാസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹ്യൂമിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്വെറ്റ് ചെയ്യാനും ആ ഭാഗത്ത് അലർജിക് റിയാക്ഷൻസ്, ഫംഗൽ, ബാക്ടീരിയൽ പോലത്തെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ടൈറ്റൻഡ് ആയിട്ടുള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്യുമ്പം അത് ഈ പറഞ്ഞിട്ടുള്ള സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ വേരിയേഷൻസ് വന്നിട്ട് സ്പേം പ്രൊഡക്ഷന് വേരിയേഷൻസ് ഉണ്ടാക്കും. സ്പേം മോട്ടിലിറ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്പേമിൻ്റെ ആ ഒരു ഉൽപ്പാദനശേഷി കുറഞ്ഞു പോകുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കാണിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരുവിധം ആളുകളോടൊക്കെ നമ്മൾ പറയാറ് ടൈറ്റൻഡ് ആയിട്ടുള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക, മാക്സിമം ലൂസ് ആയിട്ടുള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ മടിയിൽ വെച്ചിട്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഒരു ഓവർ ഹീറ്റ് കാരണവും ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൽ കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊരു നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അലർജീൻ്റെ കേസസിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് അലർജിക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇൻസെക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് അലർജീസ് ഒക്കെ കൊണ്ടും നമുക്ക് അലർജി ഉണ്ടാവും. അത് സ്കിന്നിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ ശ്വാസനാളത്തിലോ ഒക്കെ ആയിട്ടായിരിക്കും അലർജി ഉണ്ടാവും. പക്ഷേ ഈ ഒരു അലർജി എക്സ്റ്റേണലി ഉണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റും. പക്ഷേ ഇന്റേണലി അലർജി ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ആൻജിയോ എഡിമ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. ചിലപ്പോൾ സ്കിന്നിൽ ചൊറിച്ചിൽ മാത്രമായിരിക്കും, ഇന്റേണലി ചിലപ്പോൾ ഒരു ഓർഗൻ ഡാമേജ് ഉണ്ടാക്കാം, ചിലപ്പം ഓർഗൻ ഫെയിലിയർ പോലത്തെ അനാഫൈലാറ്റിക് ഷോക്ക് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവാം. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ചില മെഡിക്കേഷൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിന്റെ ഭാഗമായിട്ടും അലർജി ഉണ്ടാവും. അല്ലെങ്കിൽ ചില പ്രിസർവേറ്റീവ്സ്, അതിപ്പം ഷുഗർ, അതേപോലെ തന്നെ സാൾട്ട്, അതിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ചില ഫുഡ് സിറപ്സ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ ഭാഗമായിട്ടും അലർജി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ലിവർ ഡിസീസോ തൈറോയിഡ് ഡിസീസോ ഡയബറ്റിസ് പോലത്തെ എന്തെങ്കിലും കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും അലർജി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കേസസിലായാലും സിവിയർ ആയിട്ടുള്ള അർട്ടിക്കേരിയൽ റാഷസും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാനേജ്മെന്റ് സൈഡ് നോക്കുമ്പം എന്താണോ നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്നത്, അതിപ്പം പൂവാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോസസ് ആവാം, ആ കോസ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ കോസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ആന്റി അലർജന്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതിലൊന്നാണ് മഞ്ഞൾ. കുർക്കുമിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്കിന്നിലെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ് പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉള്ളി, ആപ്പിളൊക്കെ അത്യാവശ്യം ഉൾപ്പെടുത്തുക. ഉള്ളിയിൽ കുർസെറ്റിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ പറഞ്ഞിട്ടുള്ള ശ്വാസനാളിയിൽ ഉണ്ടാവുന്ന ആ ഒരു റെസ്പിറേറ്ററി ഏരിയാസിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻ, സൈനസൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സിവിയർ ആയിട്ടുള്ള ഈ അലർജി പ്രശ്നം വരുമ്പം മിക്ക ആളുകളും ചെയ്യുന്നത് അത് നന്നായിട്ട് ചൊറിഞ്ഞ് ആ ഭാഗം പൊട്ടും, അവരുടെ ഡിസ്ചാർജസ് വരും, ചിലപ്പോൾ ബ്ലഡ് ആയിട്ടൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഭാഗത്ത് ചൊറിയാതിരിക്കുക. നമ്മുടെ സ്കിൻ സർഫസ് വളരെ നേർത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാപ്പിലറീസ് ബ്രേക്ക് ആയിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നോട്ടീസ് ചെയ്യുക. ഇത്തരം ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മളത് കഴിവതും കുറച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ സിവിയർ ആയിട്ടുള്ള ബോഡി കംപ്ലീറ്റ് ആയിട്ട് അലർജിക്ക് അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് സോഡ പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടൊന്ന് കുളിക്കാൻ ശ്രമിക്കുക. അത് സിവിയർ ആയിട്ടുള്ള ഈ ഒരു ഇച്ചിങ് പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ ഹെൽപ്ഫുൾ ആണ്. പിന്നെ സഡൻ ആയിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഐസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു ഹോട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം ബോഡിയിൽ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഡ്രൈനെസ് കുറച്ച് കൊണ്ടുകഴിഞ്ഞാൽ തന്നെ ഒരുവിധം അലർജി കംപ്ലയിൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ തന്നെ പൈനാപ്പിൾ പോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടെങ്കിൽ അത് അവർ അവോയ്ഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഭക്ഷണത്തിൽ പൈനാപ്പിളൊക്കെ ആൻറ്റി അലർജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോ ഭക്ഷണം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ എന്താണോ റൂട്ട് കോസ് അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്